അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹി ഹുബ്ബിയദി ഖല്ലത ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാഹി ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ നമുക്കൊക്കെ ഉപകരിക്കുന്ന ഒരു വിഷയം, അഥവാ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്ത ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. മുസ്നദ് എന്ന് പറയുന്ന ഒരു കിതാബിൽ പറയുന്ന ഒരു സംഭവമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ചിട്ട് പ്രഭാഷണം നടത്തുമ്പോൾ അവിടെ നിന്ന് ആളുകൾക്ക് ഒരു ഉപദേശം കൊടുത്തത് ഇങ്ങനെയാണ്: യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ തവാളഉ, നിങ്ങൾ വിനയത്തോടെ പെരുമാറുക, നിങ്ങൾ വിനയം കാണിക്കുക. ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ആ പുണ്യമായ നാവ് കൊണ്ട് പറയുന്നത് ഞാൻ എൻ്റെ കാത് കൊണ്ട് കേട്ടിട്ടുണ്ട് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം. അത്ര വലിയ അനുഗ്രഹമാണ് അവർക്ക് കിട്ടിയത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കേൾക്കാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. അള്ളാഹുവെ, ഞങ്ങൾക്കൊക്കെയും പരലോകത്ത് ആ മുത്തുനബി തങ്ങളുടെ ചാരത്തിരിക്കാൻ, അവിടുത്തെ സംസാരിക്കാൻ, അവിടുത്തെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. പ്രിയപ്പെട്ടവരെ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നത്? അള്ളാഹുവിന് വേണ്ടി ആര് വിനയം കാണിച്ചോ, ആര് അള്ളാഹുവിന് വേണ്ടി വിനയത്തോടെ പെരുമാറിയോ, റഫഅഹുല്ലാഹ്, അള്ളാഹു അവനെ ഉയർത്തും. അള്ളാഹു അവനെ ഉയർത്തും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ ഹദീസുകൾ, ഇത് സംബന്ധമായിട്ട് വേറെയും ഹദീസുകൾ നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ എടുത്തു പരിശോധിച്ചാൽ കാണാം. അള്ളാഹിൻ്റെ റസൂൽ പറയുന്നുണ്ട്, മൂന്ന് കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും അത് നിങ്ങൾക്ക് നഷ്ടമല്ല, ലാഭമാണ് ഉണ്ടാവുന്നത്. ആ മൂന്ന് കാര്യം പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ: മാ നഖസത്ത് സ്വദഖ മിമ്മാൽ, സ്വതക്ക കൊടുത്തിട്ട് ഒരാളുടെയും മുതൽ ചുരുങ്ങിപ്പോവുകയില്ല. അപ്പം സ്വതക്ക കൊടുത്താൽ, ധർമ്മം കൊടുത്താൽ അവൻ്റെ മുതൽ ചുരുങ്ങുകയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്, ഒമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ല ഇസ്സ, ആളുകൾക്ക് മാപ്പ് കൊടുത്താൽ, ആളുകളോട് വളരെ നല്ല രൂപത്തിൽ പെരുമാറിയാൽ, ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ അവനിക്ക് അല്ലാഹു ഇസ്സത്ത് കൊടുക്കും, പ്രതാപം കൊടുക്കും. വമാ തവാള അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്, വിനയത്തോടെ പെരുമാറിയ ആരുണ്ടോ അവൻ അല്ലാഹു ഉയർത്തുകയും ചെയ്യും. മൂന്ന് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഫലം ലഭിക്കും എന്ന് ഉറപ്പാണ്. എന്തുകൊണ്ട്? കഴിഞ്ഞുപോയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ സലഫ് സ്വാലികളായ സജ്ജനങ്ങൾ, അവർക്കും മുമ്പ് കഴിഞ്ഞുപോയ സ്വഹാബിമാരന്മാർ, അതിൻ്റെയും മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, അവരൊക്കെയും ജനങ്ങളോട് വിനയത്തോടെ പെരുമാറുന്നു. വിനയത്തോടെ പെരുമാറിയപ്പോൾ അവർക്ക് അല്ലാഹു വലിയ ഉയർച്ച കൊടുത്തു. ഇന്നും അവർ സ്മരിക്കപ്പെടുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ ഇന്നും ഓർക്കപ്പെടുകയും സ്മരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് വിനയം, സൽസ്വഭാവം, വിട്ടുവീഴ്ച ചെയ്യൽ, അതുപോലെ ആളുകൾക്ക് മാപ്പ് കൊടുക്കൽ, ഇതൊക്കെ നല്ല സ്വഭാവമാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ നല്ല സ്വഭാവത്തോടെ പെരുമാറാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.